പക്ഷെ ഇതിന്റെ പേര് ലിറ്റിൽ ഹാർട്സ് ആയിരുന്നില്ല. ഇതിന് വേറെ പല പേരുകൾ മാറി മാറി ഏറ്റവും അവസാനമാണ് ലിറ്റിൽ ഹാർട്സ് എന്നുള്ള പേരിലേക്ക് വന്നത്. എപ്പോഴാ ഒരു വള്ളി ചില വള്ളികൾ എന്നെ തേടി വരും. അപ്പൊ അതുകൊണ്ട് വേണ്ടോ വേണ്ടയോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പൊ നമ്മൾ എവിടെയും കാണിക്കാത്തൊരു പോർഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആണുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും അതിനകത്ത് ക്യാച്ചി ആയിട്ട് തോന്നിയ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത് ആ ട്രാക്കാണ്. 100 crores അടിച്ച സിനിമകളുടെ പോലും സാറ്റലൈറ്റും ഡിജിറ്റലും പോവാതിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം 240 സിനിമ എങ്ങാണ്ട് ഇറങ്ങി. അതിൽ 220 സിനിമയാണ് ഒരു സെയിലും നടക്കാതെ പോയേക്കുന്നത്. സാറ്റലൈറ്റ് വാല്യൂ ഡിജിറ്റൽ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റിനെല്ലാം സ്വന്തമായി പ്രൊഡക്ഷൻ ഹൗസസ് ഉണ്ട്. പിന്നെ നമ്മളെ പോലുള്ളവർ ചെയ്യുമ്പം 5 വർഷം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞ് പടം ചെയ്യാന്ന് പറയുന്നിട്ട് കാര്യമില്ല. ഹലോ സാൻഡ്ര, വെൽക്കം. താങ്ക് യു. ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ ലിറ്റിൽ ഹാർട്സ് ആണ്. രണ്ടാമത്തെ പ്രൊഡക്ഷനാണ് സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? ലിറ്റിൽ ഹാർട്സ് ആണ് ആദ്യം വന്ന സിനിമ. ഓക്കെ. ഇതായിരുന്നു ആദ്യം പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്ന പടവും ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നല്ല നിലാവുള്ള രാത്രി വരുന്നത്. പക്ഷെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് എല്ലാം കൂടെ ഒന്ന് ഒത്തു വന്നപ്പോഴേക്കും ഇത് രണ്ടാമതായി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ പേര് ലിറ്റിൽ ഹാർട്സ് ആയിരുന്നില്ല. ഇതിന് വേറെ പല പേരുകൾ മാറി മാറി ഏറ്റവും അവസാനമാണ് ലിറ്റിൽ ഹാർട്സ് എന്നുള്ള പേരിലേക്ക് വന്നത്. ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഈ പേരിടണോ വേണ്ടോ. അതെ, എപ്പോഴാ ഒരു വള്ളി ചില വള്ളികൾ എന്നെ തേടി വരും. അപ്പൊ അതുകൊണ്ട് വേണ്ടോ വേണ്ടയോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവസാനം പിന്നെ ഷെയ്ൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇത് നല്ല നമ്മുടെ സിനിമയ്ക്ക് കറക്റ്റ് പേരാ, പിന്നെ ഒരു യങ് ഒരു വൈബ്, ഒരു യൂത്തിന്റെ വൈബ് ഇതിന് ഭയങ്കരമായിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഷെയ്ൻ പറയുമ്പം ഷെയ്ൻ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ഒരു ചിന്താഗതിയാണല്ലോ. അപ്പൊ ഓക്കെ, രണ്ട് കൽപ്പിച്ചാൽ കിട്ടും ലിറ്റിൽ ഹാർട്സ് എന്നുള്ള. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പേര്. ഭയങ്കര ക്യൂട്ടാണ്, നല്ലൊരു പേര് എന്നുള്ള ഇതില്. എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ കഥയിലേക്കാണോ ആകർഷിച്ചത്, അതോ ഇതിന്റെ കാസ്റ്റിംഗ് എല്ലാം പ്രോജക്റ്റ് ആയിട്ടാണോ വന്നത്, അതോ നിങ്ങൾ അസംബിൾ ചെയ്തതാണോ? എങ്ങനെയാണ്? എനിക്ക് എന്റെ സ്റ്റോറി തന്നെയാണ് എന്നെ ഏറ്റവും ക്യാച്ചി ആയിട്ട് തോന്നിയ സാധനം. അതിന്റെ ഒരു 1 ലൈൻ, ഇപ്പം കഥ അറിയാലോ, നമ്മളതിന്റെ 1 ലൈൻ കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാര്യം 3 ലവ് സ്റ്റോറീസ്. അതും എനിക്ക് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ എവിടെയും കാണിക്കാത്തൊരു പോർഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആണുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും അതിനകത്ത് ക്യാച്ചി ആയിട്ട് തോന്നിയ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത് ആ ട്രാക്കാണ്. അപ്പം അത് തന്നെയാണ് എന്നെ ആ സിനിമയിലേക്ക് എനിക്കത് പറയണം എന്നുണ്ടായിരുന്നു. അത് പിന്നെ ഇത് എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിൽ ആരെയും വേദനിപ്പിക്കാതെ എല്ലാരെയും സന്തോഷിപ്പിച്ച് കൊണ്ടുള്ള ഒരു സിനിമയാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതാണ് എന്നെ ഈ സിനിമയിലേക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള 3 ലവ് സ്റ്റോറീസ്. അതിനകത്ത് പിന്നെ എനിക്കിതിനകത്ത് ബാബുചേട്ടൻ്റെ രമ്യയുടെ പോർഷനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. കാര്യം സാധാരണക്കാരായ സ്ത്രീകളിൽ പലർക്കും തുറന്നു പറയാൻ മടിയുള്ള പല കാര്യങ്ങളും രമ്യയുടെ ക്യാരക്ടറിലൂടെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് പറയണം എന്ന് തോന്നുന്ന കാര്യം. ഇപ്പൊ എൻ്റെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം എൻ്റെ കുട്ടികളെ കുറിച്ച് പറയാനൊക്കെയാണ്. അതേപോലെ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും പറയണം, എൻ്റെ തോട്ട് പ്രോസസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നൊക്കെ തോന്നുന്ന ചില കാര്യങ്ങൾ. അതിൽ ഷൈൻ ടോം ചാക്കോയുടെ ലവ് സ്റ്റോറി, ഈ ബാബുചേട്ടൻ്റെയും രമ്യയുടെ ആ ഒരു ആംഗിള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇതിനകത്ത് എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്ത പോയിന്റ്സ് അതൊക്കെയാണ്. ഇപ്പോൾ ഈ വർഷം മലയാള സിനിമ ഒരു വലിയ വിന്നിങ് സ്ട്രീക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലിയ സിനിമകളും വലിയ ഹിറ്റുകളും സംഭവിക്കുന്നു. കൂടുതലും വന്നത് വലിയ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സിനിമകളും. അതിന് പോലും ചില സിനിമകൾക്ക് ഇപ്പോൾ OTT റൈറ്റ്സും അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ്സും ഒക്കെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്കാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് ക്യൂട്ട് ഫാമിലി സിനിമയായിട്ട് വരുന്നത്, 3 ലവ് സ്റ്റോറീസ് ഉള്ളൊരു സിനിമ. അപ്പോൾ എങ്ങനെയാണ്, ഹൗ ആർ യു മൗണ്ടിങ് ദിസ് പ്രോജക്റ്റ്? എങ്ങനെയാണ് ഇത് പൊസിഷൻ ചെയ്യുന്നത് ഈ ഒരു സിനിമ? നമുക്ക് ഭയങ്കര റിസ്ക് ഇൻവോൾവ് ആണ് ഇപ്പോൾ. നേരത്തെ ഒരു കഴിഞ്ഞ വർഷം വരെ ഇത്രയും നമുക്കൊരു ടെൻഷനോ റിസ്കോ എടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇന്ന് പല സിനിമകളും 100 crores അടിക്കുമ്പോഴും ഈ സിനിമകളൊന്നും 100 crores അടിച്ച സിനിമകളുടെ പോലും സാറ്റലൈറ്റും ഡിജിറ്റലും പോവാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ
ഒന്നുമായിട്ടില്ല, തിയേറ്ററിലേക്ക് എത്തിയിട്ട് പോലും ഇല്ലാത്ത നമ്മുടെ പോലത്തെ സിനിമകളുടെ അവസ്ഥ അറിയാലോ. അപ്പൊ കംപ്ലീറ്റ്ലി ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്രൊഡ്യൂസർ റിസ്കിലാണ് ഓരോ സിനിമയും ഇറങ്ങുന്നത്. അപ്പം അവിടെ നമ്മുടെ സിനിമ ഈ ഓരോ പ്രോഡക്റ്റും നമ്മൾ പ്ലേസ് ചെയ്യുന്നതിൽ ഈ റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അത് എല്ലാം കൂടെ ഒത്തുവരിക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് ഒത്തു വന്നാൽ അടിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ ഊട്ടി അല്ല ചട്ടി എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ കഴിഞ്ഞ വർഷം 240 സിനിമയെങ്ങാണ്ട് ഇറങ്ങി. അതിൽ 220 സിനിമയാണ് ഒരു സെയിലും നടക്കാതെ പോയേക്കുന്നത്. ഒരു സെയിലും നടക്കാതെ മുടക്കിയ കാശ് പോലും ലഭിക്കാതെ ആകെ 20 സിനിമയാണ് മൊത്തത്തിൽ റിക്കവർ ചെയ്തു എന്ന് പോലും പറയാൻ പറ്റൂല. ആ ഒരു കുറച്ചെങ്കിലും ഒരു വലിയ തട്ടുകേടില്ലാതെ പോയേക്കുന്ന സിനിമകൾ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ആ സാഹചര്യത്തിലാണ്. അപ്പൊ ഇനി സിനിമകളൊക്കെ ഇവിടെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ സ്റ്റാൻഡ് അലോൺ പ്രൊഡ്യൂസേഴ്സിന് ചെയ്യാനായിട്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്നെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിന് ഇനി ഒരുപാട് നാള് സിനിമകൾ ചെയ്യണമെങ്കിൽ വലിയൊരു കോർപ്പറേറ്റ് ഗ്രൂപ്പിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും കുറച്ച് കഴിയുമ്പോൾ. കാര്യം സിനിമകൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, റിസ്ക് കൂടുന്നുണ്ട്, അതേപോലെ തന്നെ ബഡ്ജറ്റിന്റെയും സൈസ് കൂടുകയാണ്, ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. എന്നാൽ അതനുസരിച്ചുള്ള ഒരു റവന്യൂ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള അവസ്ഥയാണ്. പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ പോലെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ഓരോ സിനിമയും ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന പോലെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ആക്ച്വലി ഹാപ്പിയാണ്. ഒരു ഷിഫ്റ്റാ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പം മൊത്തം ഹോൾ ഇന്ത്യ നമ്മുടെ കേരളത്തെ നോക്കിയാണ് ഇരിക്കുന്നത്, നമ്മുടെ മലയാളം സിനിമേനെ നോക്കിയായിരിക്കുന്നത്. അതൊക്കെ ഒരു നമുക്കൊക്കെ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു സമയം കൂടെയാണ്. ആ ഷിഫ്റ്റിന്റെ ഭാഗമാകാൻ നമുക്ക് പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ സാൻഡ്ര നേരത്തെ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗമായിരുന്നു, അവിടെ ഒരുപാട് അക്ലെയിം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം എങ്ങനെയാണ് ഇപ്പോൾ ഓരോ സ്ക്രിപ്റ്റ്, ഇപ്പോൾ നേരത്തെ നല്ല നിലവുള്ള രാത്രി എന്നുള്ള സിനിമ ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്നതിന് ശരിയല്ല, പക്ഷെ എന്നാലും ഒരു ലേഡിക്ക് പോലും താല്പര്യം ഉണ്ടാവാത്തൊരു ജോണർ ആയിരിക്കും ഒരു സ്ലാഷർ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞത്. പൊതുവെ അങ്ങനെ ആർക്കും, ചില ആണുങ്ങൾക്ക് പോലും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഭയങ്കര ഒരു വയലന്റ് ഒരു ജോണർ പിക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്രേവ് ആയിട്ടുള്ള ഡിസിഷനാണ്. അത് എങ്ങനെയാണ് ഈ ഓരോ സ്ക്രിപ്റ്റും എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് ഇപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ? അത് ഞാനൊരു ഫീമെയിൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു 2 കുട്ടികളുടെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നെ എല്ലാവരും കാണുമ്പോൾ സാൻഡ്രയ്ക്ക് ഇതേ പറ്റുള്ളൂ, അല്ലെ ക്യൂട്ട് ചെറിയ ലവ് സ്റ്റോറി അങ്ങനത്തെ സിനിമകളെ പറ്റുള്ളൂ. പലരും എൻ്റെ അടുത്ത് കഥ പറയാൻ വരുമ്പോൾ തന്നെ കൂടുതലും വരുന്നത് ഫീമെയിൽ ഓറിയന്റഡ് സിനിമകൾ. ഇത് കേട്ട് 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 മടുത്ത് ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറയുമ്പോഴേ ഞാൻ പറയാം എനിക്ക് കേൾക്കണ്ടെന്ന് പറയും. അപ്പം അല്ലെങ്കിൽ കുഞ്ഞ് എന്തെങ്കിലും ഫൺ സിനിമ, ചെറിയ ചെറിയ സിനിമകൾ, അല്ലാതെ നമ്മുടെ അടുത്തേക്കൊരു നമ്മളെ ഒരു എക്സൈറ്റ് ചെയ്യുന്ന രീതിയിലൊരു സാധനം വരുന്നേ ഇല്ല. അപ്പോൾ ഓക്കെ അത് മറ്റുള്ളവർ ഞാൻ ഇങ്ങനത്തെയും ചെയ്യും എന്ന് മറ്റുള്ളവരെ കാണിക്കണമല്ലോ. ബേസിക്കലി ഞാൻ ഇങ്ങനത്തെ സിനിമകൾ കാണുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ റൊമാൻറ്റിക് സിനിമകളുടെ ആളാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് പല തരത്തിലുള്ള സിനിമകൾ ചെയ്യണം എന്നുണ്ട്. പല ഓഡിയൻസിൽ തന്നെ ഇപ്പം നല്ല നിലാവുള്ള രാത്രി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അത് 2 എക്സ്ട്രീം ആയിരുന്നു. ഒന്നില് തീരെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഞാൻ തന്നെ കൺഫ്യൂസ് ഇതിന്റെ ഇടയിൽ ഇത് എവിടെയാണ് ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആളുകളും ഉണ്ട്. അപ്പൊ എനിക്ക് പലതരത്തിലുള്ള സിനിമകൾ ചെയ്യണമെന്നാണ്. ഇപ്പൊ ഞാൻ ചെയ്തേക്കുന്ന ഒരു ക്യൂട്ട് ലവ് സ്റ്റോറി, എങ്ങനെ പോയാലും 4 കാലം വീഴും, ഞാൻ അടികപ്പേരെ കൂട്ടപ്പണിയൊക്കെ ചെയ്ത പോലെ അങ്ങനത്തെ ഒരു സിനിമയാണിത്. അപ്പം ലവ് സ്റ്റോറിയാണ്, ഫാമിലിയാണ്, ഫണ്ണാണ്, എന്റർടൈനറാണ്, അങ്ങനെ ഒരു സിനിമയാണ്. ഇനി അടുത്തത് ഇപ്പം എന്താണെന്നറിയോ, നമ്മള് പണ്ടത്തെ കാലത്തെ പോലെ നമുക്ക് കഥ നോക്കി സെലക്ട് ചെയ്ത് അതിന് ആർട്ടിസ്റ്റിനെ വെച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യം അല്ല ഇന്ന് ലിമിറ്റഡ് ആർട്ടിസ്റ്റേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. ബിക്കോസ് എല്ലാ മേജറായിട്ട്, അതായത് സാറ്റലൈറ്റ് വാല്യൂ ഡിജിറ്റൽ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റിനെല്ലാം സ്വന്തമായി പ്രൊഡക്ഷൻ ഹൗസസ് ഉണ്ട്. പിന്നെ നമ്മളെ പോലുള്ളവർ ചെയ്യുമ്പം 5 വർഷം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞ് പടം ചെയ്യാന്ന് പറയുന്നിട്ട് കാര്യമില്ല. അപ്പോൾ പണ്ടത്തെ പോലെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കൽ എളുപ്പമല്ല. ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് വരുന്ന പ്രോജക്റ്റ് നമ്മൾ എടുക്കലേ നമുക്ക് വഴിയുള്ളൂ. അപ്പം കൂടുതലും നമ്മളെ പോലുള്ള അതായത് ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തേക്ക് വരിക, ഈ പറഞ്ഞ പോലത്തെ പൊട്ടിയതും ചളങ്ങിയതും പോലത്തെ സിനിമകൾ, അത് നമ്മളായിട്ടിരുന്ന് വർക്ക് ചെയ്ത്
വർക്ക് ചെയ്ത് നമ്മുടെ ഇൻപുട്സ് കൊടുത്ത് അങ്ങനെയാണ് ഓരോ സിനിമയും നമ്മൾ ബെറ്റർ ആക്കി കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന ആർട്ടിസ്റ്റിന് ഡൗട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റ് വരുന്ന സിനിമകൾ, ഒന്നില്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഡയറക്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. ഇത് രണ്ടും നടന്നില്ലെങ്കിലേ വേറൊരു പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പോകുന്നുള്ളൂ. അങ്ങനെയുള്ള സിനിമകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഷാൻഡ്ര നേരത്തെ പല പല ഘട്ടങ്ങളിലും ഇപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് സ്ട്രഗിൾസും ഒരുപാട് ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ ഭയങ്കര വോക്കലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തി നിൽക്കുമ്പോൾ എന്താ, ഹാസ് ഇറ്റ് ബിക്കം ബെറ്റർ? എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആസ് എ വുമൺ, ആസ് എ പ്രൊഡ്യൂസർ? എങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്? ആസ് എ വുമൺ എന്ന് ചോദിച്ചാൽ ഞാൻ തളർന്നു പോകും. കാര്യം ഇപ്പം എനിക്ക് ഇച്ചിരി കുറച്ചും കൂടെ ഒരു കമ്പാഷനേറ്റ് ആയി. എനിക്കൊന്ന് ഈ ഒരു മദർ ആയതിനു ശേഷമായിരിക്കും, എനിക്ക് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടായിരിക്കാം. നേരത്തെ ഭയങ്കര വെട്ടൊന്ന് തുണ്ടണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. അത് ഒരു പരിധി വരെ നല്ലതാണ്, ഒരു പരിധി വരെ എനിക്ക് ഇമോഷണലി എന്നെ ഒരുപാട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാര്യം നമ്മൾ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നവരോട് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ് മിക്കവർക്കും. അപ്പൊ അത് ഞാനപ്പോ ചില സമയത്ത് ആലോചിക്കും, ഇതെന്റെ പഴയ സ്വഭാവം പുറത്തെടുക്കുന്നത് നല്ലതെന്നൊക്കെ ആലോചിക്കും. പക്ഷെ അതെനിക്ക് പഴയ സ്വഭാവം എന്ന് പറഞ്ഞാലും അന്നത്തെ അതൊരു ഏജിന്റെയാണ്. നമ്മൾ ഇപ്പൊ ഞാൻ വളരെ ചെറുപ്പത്തിൽ സിനിമയിൽ വന്നപ്പം അപ്പം നമ്മളെ പലരും അപ്പൊ ആദ്യം തന്നെ നമുക്ക് കിട്ടിയതെല്ലാം ഭയങ്കര മോശം അനുഭവങ്ങൾ, അവര് പറ്റിക്കുന്നു, ഇവര് പറ്റിക്കുന്നു, ഇങ്ങനെ പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വാളെടുക്കുമല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ അതിന്റെ ഒരു പ്രതിരോധം മാത്രമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങ് സെറ്റിലായി. പിന്നെ നമ്മൾ ആളുകളെ മനസ്സിലാക്കി, സിറ്റുവേഷൻസ് മനസ്സിലാക്കി, സിനിമ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. നേരത്തെ എനിക്കിതൊന്നും ഐഡിയ ഇല്ല. ഞാനൊക്കെ നിന്ന് പഠിച്ച് ഓരോ സിനിമ കഴിഞ്ഞാണ് ഓരോന്ന് പഠിച്ച് വന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ കൂടി ഈസിയാണ്. ഇപ്പം എന്താ അതിൻ്റെ ഈസിയാന്ന് പറയാൻ കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് എന്നേക്കാൾ എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് അവർക്കൊരു ഒരു പേടിയുണ്ട്. ബിക്കോസ് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ആണല്ലോ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പേടിയുണ്ട്. പണ്ട് അതല്ല, ഒരു കൊച്ചു പെണ്ണ് വന്നേക്കുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഇവളാരാ എന്നെ ചോദ്യം ചെയ്യാൻ, ആ ഒരു അതുണ്ടായിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് മാറി, ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ പവറുണ്ട്, നമ്മുടെ പൊസിഷന് കുറച്ചുകൂടെ പവറുണ്ട്. പക്ഷെ അന്ന് സെല്ലിങ് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു, ഇന്ന് സെല്ലിങ് ഭയങ്കര അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾസ് വേറെയാണ്. അതെ, അതിപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ഗോ ത്രൂ ചെയ്യുന്ന ഒരു ഫേസ് ആണ് തോന്നുന്നത്. അതെ എല്ലാവരും. അത് ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 crores അടിച്ച പടം പോലും സാറ്റലൈറ്റും ഡിജിറ്റലും പോകുന്നില്ല. അപ്പൊ തിയേറ്ററിൽ കിട്ടിയത് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ടെങ്കിലും എല്ലാവർക്കും മാസത്തിൽ ഒരു പടം മതി. പക്ഷെ ഇവിടെ ആഴ്ചയിൽ 5ഉം 6ഉം പടം അഴിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് സാഹചര്യം. എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഫെയിലിയറോ അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്കോ ഡീൽ ചെയ്യുന്നത്? അതേപോലെ തന്നെ എങ്ങനെയാണ് സക്സസ് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു റെസിപ്രോക്കേഷൻ എങ്ങനെയാണ് സാൻഡ്രയ്ക്ക്? എല്ലാം എനിക്ക് ഒരു ദിവസത്തേക്കേ ഉള്ളൂ. അത് സങ്കടം വന്നാലും അതെ, സന്തോഷം വന്നാലും അതെ. അത് അന്ന് സെലിബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് അന്ന് ഇരുന്ന് വിഷമിച്ചിരിക്കും. പിറ്റേ ദിവസം ബാക്ക് ടു അത് എത്ര സെറ്റ് ബാക്ക് വന്നാലും ആ സെറ്റ് ബാക്ക് അത് ഓക്കെ വന്നു, അതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഓക്കെ, അത് വന്നു, അത് ഞാൻ വിഷമിച്ച് തീർക്കും. പിറ്റേ ദിവസം മുതൽ ഓക്കെ, അതെനിക്കൊരു ലേണിംഗ് ആയി. ആ ലേണിംഗ് ആയി എന്ന് വിചാരിച്ചിട്ടാണ് പിറ്റേ ദിവസം മുതൽ പിന്നെയും ബാക്ക് ടു വർക്കാണ്. അത് ഞാൻ അതിനെ അങ്ങ് തലയിലോട്ട് ഒരുപാട് കയറ്റാറില്ല. എന്ത് പ്രശ്നം വന്നാലും, അത് സന്തോഷമാണേലും അതെ, സങ്കടമാണെങ്കിലും അതെ. ഇപ്പോൾ കുട്ടികളുണ്ടായതിനു ശേഷം, നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുണ്ടായതിനു ശേഷം ഒരുപാട് മാറി എന്ന് പറയുന്നു. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും വളരെയധികം ആക്റ്റീവാണ്, കുട്ടികളും വളരെയധികം ഫാൻ ഫോളോയിങ് ഉള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ജീവിതത്തിനെ മാറ്റിയിട്ടുള്ളത്? അതെന്നെ ഭയങ്കരമായിട്ട് മാറ്റി. അത് കുട്ടികളെക്കാൾ കൂടുതൽ എന്നെ മാറ്റിയത് ഈ സാധാരണക്കാരുമായിട്ടുള്ള കണക്ഷനാണ്. അത് ഇപ്പം നമ്മൾ നേരത്തെ മുതൽ എൻ്റെ ഇപ്പം ഫേസ്ബുക്കിലൊക്കെ പണ്ട് മുതലേ അന്നൊരു 8 ലക്ഷം 9 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം അത് ഞാൻ എൻ്റെ ഒരു സെൽഫി ഇട്ടാൽ കിട്ടുന്ന ലൈക്ക്, അതിൻ്റെ കമൻസ് അങ്ങനെയുള്ളതൊക്കെയായിരുന്നു. അതിൽ നിന്നെല്ലാം അതായിരുന്നു നമുക്ക് സാധാരണ ആൾക്കാരിൽ നിന്നുള്ള കമൻറ്റുകളും അവരുമായിട്ടുള്ളൊരു കണക്ഷനും. ഇപ്പം എന്ന് പറയുന്നത് അവരുമായിട്ട് പേഴ്സണൽ കണക്ഷനാണ്. അവര് നമ്മുടെ ഓരോരോ ചെറിയ ചെറിയ ആഘോഷങ്ങൾക്ക് ഗിഫ്റ്റ് അയച്ചു തരുന്നു, നമ്മളെ വിളിച്ച് സംസാരിക്കുന്നു, അവരുടെ വിഷമങ്ങൾ പറയുന്നു, അവരുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പൊ അവരുമായിട്ടൊക്കെ ഒരു എന്താ പറയാ, ശരിക്കും നമ്മുടെ വീട്ടിലെ ഓരോരുത്തരെ പോലെ തന്നെ ഉള്ള ഒരു കണക്ഷൻ ബിൽഡായി. അതായത്
ഒരു പരിചയമില്ലാത്ത കേരളത്തിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ലോകത്തിൻ്റെ തന്നെ പല കോണുകളിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഭയങ്കര ബന്ധങ്ങൾ വന്നു. അവര് ബന്ധം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു 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 സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഒരു അങ്ങനെ ഒരു ബന്ധമല്ല. നമ്മുടെ വീട്ടിലെ ഒരാളെന്നുള്ള രീതിയിൽ അവരെന്നെ കാണുന്നത്. അപ്പൊ ആദ്യം മുതലേ ഒരു നേരത്തെയൊക്കെ സാൻഡ്ര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, നേരെ വന്ന് കെട്ടിപ്പിടിച്ച് വർത്താനം പറയുക. ആ സ്നേഹം നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ തന്നെ ഇപ്പം എനിക്ക് വിമൻസ് ഡേ ഒക്കെ വന്ന സമയത്ത് ഞാൻ എൻ്റെ വിമൻ ഫോളോവേഴ്സിലെ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ അയച്ചു കൊടുത്തു. ബിക്കോസ് അവരാണല്ലോ എൻ്റെ സ്ട്രെങ്ത്. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ബിൽഡായി. പിള്ളേർ വന്നതിന് ശേഷം പിള്ളേരുടെ വീഡിയോസിലൂടെ ആയിരിക്കാം, എന്നാലും ഞാൻ എന്താണെന്നുള്ളത് എൻ്റെ ഒരു ഇമേജ് ബ്രേക്കായി. ഓക്കെ, അത്രയും നാളും സാൻഡ്ര തോമസ് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ പ്രൊഡ്യൂസർ എന്തോ ഭയങ്കര എവിടുന്നോ കുറെ കാശുമായിട്ട് വന്ന് സിനിമ ചെയ്യുന്ന, ഇവരൊന്നും അപ്രോച്ചബിൾ അല്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടല്ലോ. അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലെ ഒരാളെന്നുള്ള രീതിയിലേക്ക് മാറി. അത് എൻ്റെ പിള്ളേർ വന്നതിന് ശേഷവും അവരുടെ വീഡിയോസിലൂടെയും ഒക്കെയാണ് അങ്ങനെ ഒരു മാറ്റം. എനിക്ക് ശരിക്കും ഇമേജ് മേക്ക് ഓവറാണ് നടന്നത്. അപ്പോൾ അതിലൂടെ തന്നെ ഇപ്പോൾ ഒരു ഫാമിലി ഫിലിമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുമായിട്ടുള്ള ഡയറക്ഷൻ കണക്ഷൻ ഇപ്പോൾ ഇത് ഈ ക്രിയേറ്റീവ് പ്രോസസ്സിനെ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അവരെ കൂടുതൽ മനസ്സിലാക്കാൻ ഇപ്പോൾ ഓഡിയൻസിന്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോളോവേഴ്സിനെ തന്നെ അവർ ഭയങ്കര ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു ടേസ്റ്റും അവരുടെ കൺസേൺസും ഒക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അത് ക്രിയേറ്റീവ് പ്രോസസ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? അത് ക്രിയേറ്റീവ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ പറയാറുണ്ട് നമ്മൾ കോളേജ് വരെ പഠിച്ച കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ജോലി ചെയ്യുന്നതെന്ന്. പക്ഷെ ഈ ജോലിയിൽ എവിടെങ്കിലുമൊക്കെ നമ്മൾ പണ്ട് പഠിച്ച എന്തെങ്കിലുമൊക്കെ ഒരു ആ ബേസ് അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എവിടെയെങ്കിലുമൊക്കെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മൾ പല കഥകളും ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവരിൽ നിന്ന് സംസാരിച്ചതും കേട്ടതിൽ നിന്നും ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നല്ലാതെ ഈ സിനിമയിലേക്ക് ഈ പറഞ്ഞ ഇതുമായിട്ട് യാതൊരുവിധ കണക്ഷനും വന്നിട്ടില്ല. പക്ഷെ എൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ പപ്പ അഭിനയിച്ചിട്ടുണ്ട്, മമ്മി അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ കൊച്ചഭിനയിച്ചിട്ടുണ്ട്. മഹിമയുടെ ചെറുപ്രായമായിട്ട് ചെയ്തേക്കുന്നത് എൻ്റെ മോളാണ് തങ്കം. ഇതിനകത്ത് പള്ളിയിലച്ഛനായിട്ട് അഭിനയിച്ചേക്കുന്നത് എൻ്റെ പപ്പയാണ്. പിന്നെ എൻ്റെ മമ്മി ഇതിനകത്തൊരു ഒരു പെണ്ണ് കാണൽ സീനിൽ മമ്മിയും വന്നിട്ടുണ്ട്. മമ്മിക്ക് ഡബ് ചെയ്തേക്കുന്നത് ഞാനാണ്. അപ്പം മൊത്തത്തിലൊരു ഫാമിലി സിനിമ. അപ്പൊ അതാണ് അടുത്ത ചോദ്യം. ഇപ്പൊ ആക്ടിങ് കരിയർ തുടങ്ങിയത് ആമേൻ, അത് കഴിഞ്ഞ് നമ്മുടെ കിളികോയിലുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആക്ടിങ് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ആക്ടിങ്ങിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു, ആദ്യം മുതലേ ഇല്ലായിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും അഭിനയിച്ചേക്കുന്നത് ഓരോ റിക്വസ്റ്റ് പ്രകാരമാണ്. ആമേൻ ഞാൻ ഏറ്റവും ആദ്യം കേട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന സിനിമ ആമേൻ. അപ്പം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ബഡ്ജറ്റും ഇതെല്ലാം അങ്ങനെ അത് പറ്റിയില്ല. അപ്പോൾ ഒരു ദിവസം ലിജോ വിളിച്ചിട്ട് പെട്ടെന്ന് അത് നമിതയാ ചെയ്യാനിരുന്നേ, തമിഴ് ആക്ട്രസ് നമിത പെട്ടെന്ന് ബാക്ക് ഔട്ട് ചെയ്തു. അപ്പം ലിജു എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ഹെൽപ്പ് ചെയ്യണം, ഒരാഴ്ചയുള്ളൂ ഷൂട്ട് തുടങ്ങാനായിട്ട്, എന്നെ ഹെൽപ്പ് ചെയ്യണം, ഒരു ക്യാരക്ടർ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറിയതാണ്. പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ നോ പറയാനായിട്ട് തോന്നിയില്ല. അപ്പം അങ്ങനെയാണ് ആമേൻ ചെയ്തത്. ആമേൻ ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിജയ് എന്നെ വിളിച്ചിട്ട് പറയുന്നു ഒരു സിനിമ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ആ സിനിമയൊന്നും ചെയ്യത്തില്ല, ഇനി എനിക്ക് വേണ്ട, സിനിമ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിജയ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരു റിക്വസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഒരാളുടെ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. സിബിച്ചേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. അങ്ങനെയാണ് കിളിബോയിലേക്ക് വരുന്നത്. അതെ കിളിബോയ് പക്ഷെ എനിക്ക് ഒട്ടും റിലേറ്റബിൾ അല്ലാത്തൊരു ക്യാരക്ടറാണ്. എനിക്ക് ഞാനുമായിട്ടൊരു വിദൂരതയിൽ പോലും ഒരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണത്. ഞങ്ങൾക്കും കാരണം ആ സമയത്ത് അതൊരു മെയിൽ ക്യാരക്ടറായിട്ട് എഴുതിയിട്ട് പെട്ടെന്ന് അതൊരു ഫീമെയിൽ ആക്കിയ കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നിയിട്ട് പിന്നെ മാറ്റി ഫീമെയിൽ ആക്കിയത്. പക്ഷെ അതിന് വേറൊരു ഡയമെൻഷൻ വന്ന ഒരു ക്യാരക്ടർ. അത് ശരി, അതെനിക്കറിയില്ലായിരുന്നു. അപ്പം അതങ്ങനെ ചെയ്തു. സക്രിയയുടെ ഗർഭിണികൾ ലാസ്റ്റ് മിനിറ്റിൽ ഒരു നായികയായിരുന്നു അത് ചെയ്യാനിരുന്നു വെച്ചത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ തെറ്റിയപ്പം ഇതേപോലെ തന്നെ വിജയും അനീഷ് അൻവറും കൂടെ പറഞ്ഞു അത് നീ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതൊരെണ്ണം ചെയ്യും. അപ്പോഴും എനിക്ക് ഞാനൊന്നും ഗർഭിണിയായിട്ടൊന്നും ഞാനൊന്നും നെയ്യില്ല, എനിക്ക് പറ്റൂല പറഞ്ഞിട്ട് ഞാൻ മാറിയത്. അപ്പോൾ പിന്നെ
പിന്നെ അതിനു വേണ്ടി ഞാൻ പൈസ അത്രയും പോവല്ലോ എന്ന് ഓർത്ത് അങ്ങനെയാണ് സക്രിയയുടെ ഗർഭിണികൾ. അഭിനയത്തിനേക്കാളും കൂടുതൽ അതാണ് ചിന്ത. അത് പൈസ ലാഭിക്കുക എന്നുള്ള ഇതിലാണ് അതിൽ അഭിനയിച്ചത്. അതേപോലെ തന്നെ ആടിലും ഇതേപോലെ അതൊരു ചെറിയ ക്യാരക്ടറാ, ഒന്നുമില്ലായിരുന്നു അത് ചെയ്യാനായിട്ട്. വളരെ 2 സീനിൽ വരുന്ന ചെറിയൊരു ക്യാരക്ടർ. അപ്പൊ അത് അതിനു വേണ്ടി ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ അതിന് പറഞ്ഞു കൊടുക്കാനായിട്ടൊന്നുമില്ല, നിങ്ങളുടെ ക്യാരക്ടർ ഇന്നതാ എന്ന് പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. അപ്പൊ അതിനൊരു ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ അത് വർക്കാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്നാ പിന്നെ ഞാൻ തന്നെ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ചെയ്തപ്പം ആ മൃഗാശുപത്രിയുടെ ഫ്രണ്ടിലുള്ള സീനാ ചെയ്തത്. അപ്പം ഇവരോടൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്തപ്പോഴേ എനിക്ക് ഭയങ്കര, ഞാൻ എന്നിട്ട് ഫസ്റ്റ് ഷോട്ട് എടുത്തതിന് ഞാൻ നേരെ മിഥുൻ്റെ അടുത്ത് പറഞ്ഞു, മിഥുൻ ഇത് ഓവറാണ്, ഇത് ഇങ്ങനെ ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം മിഥുൻ പറഞ്ഞു ഇല്ല, അത് ഭയങ്കര കാരിക്കേച്ചറിഷ് ആയിട്ടുള്ള ക്യാരക്ടറാ, അത് അങ്ങനെ തന്നെ പിടിച്ചു, 1 മീറ്റർ കൂടെ കയറ്റി പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആട് വന്നത്. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. അതെന്താണ് അത് കഴിഞ്ഞ് നിർത്താൻ? എനിക്ക് അഭിനയിക്കണം എന്ന് തോന്നി. ഫാമിലി മുഴുവൻ അഭിനയിക്കുന്നു. ബാക്കി എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എനിക്ക് ഇഷ്ടമില്ല. എനിക്കെന്തോ അഭിനയം എനിക്ക് കൂടുതലും അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി, അങ്ങോട്ട് നോക്കൂ, ചിരിക്കൂ, കരയൂ എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് കുറച്ചുകൂടെ ഭരിക്കാനാ താല്പര്യം, ഭരിക്കപ്പെടാനല്ല. ശീലമില്ല. പിന്നെ എനിക്ക് അഭിനയിച്ചോണ്ടിരുന്ന സമയത്ത് എവിടെ പോയാലും ആൾക്കാർ സെൽഫി എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്നതും ഓക്കെയാണ്. പക്ഷെ എന്നാലും ഒരു പരിധി, എല്ലാവരും അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു പരിധി വിട്ട് നമുക്കിപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ കള്ളു കുടിച്ചൊക്കെ ബോധമില്ലാണ്ടൊക്കെ വന്നിട്ട് ഒരു സെൽഫി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ഇച്ചിരി ഒതുങ്ങി മാറി നിന്ന ഈ ബഹളം ഇല്ലല്ലോ. നമ്മുടെ കാര്യം ആവശ്യത്തിന് പോപ്പുലാരിറ്റിയും ഉണ്ട്, എന്നാൽ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി കീപ്പ് ചെയ്യുകയും ചെയ്യാം. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ബാലൻസിങ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് പിന്നെ ആക്ടിങ് വേണ്ടെന്ന് വെച്ചാൽ. ലിറ്റിൽ ആർട്സിനെ പറ്റി കൂടുതൽ എന്താണ് പിന്നെ ഇതിലെ ബാക്കി കാസ്റ്റ്? ഇപ്പോൾ ഷൈൻ ടോം, അതേപോലെ ബാബുരാജ്, ജാഫർ ഇടുക്കി, രചി പണിക്കർ, വലിയൊരു കാസ്റ്റ് തന്നെ ഉണ്ടല്ലോ. എന്താണ് കാസ്റ്റ് ആൻഡ് ക്രൂവിനെ പറ്റി കൂടുതൽ പറയാനുള്ളത്? കാസ്റ്റ് ഏറ്റവും ആദ്യം ഈ സിനിമയിൽ വന്ന ബാബുചേട്ടനാണ്. ബാബുചേട്ടനെയാണ് ആ ബേബി എന്നുള്ള ക്യാരക്ടറിൽ ബാബുചേട്ടനെ അല്ലാതെ വേറെ ആരെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനിടയിൽ നല്ല നിലാവുള്ള രാത്രി കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ബാബുചേട്ടനെ വെച്ച് ഞാൻ പടം ചെയ്തില്ല. ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ ആലോചിച്ചു ഇനി ബാബുചേട്ടനെ മാറ്റാം, വേറെ ആളെ വെക്കാം എന്ന് വെച്ചിട്ട് ഞാൻ പലരെ ആലോചിച്ചു. എത്ര വെച്ചിട്ടും ഇന്നവരെ വെച്ചാൽ അല്ലെങ്കിൽ ആ ക്യാരക്ടർ അങ്ങനെ ഉണ്ട്. ബാബുചേട്ടൻ്റെ അത്രയും നമുക്കതങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് നല്ല നിലാവുള്ള രാത്രി കഴിഞ്ഞപ്പോൾ ഞാൻ ബാബുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ബാബുചേട്ടൻ ഞാൻ മറ്റേ പടം തരൂല, ഇനി അതില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാനും ബാബുചേട്ടനും തമ്മിൽ അങ്ങനെ ഒരു നല്ല സിങ്കാ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കുപടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ദിവസം വിളിച്ചിട്ടുണ്ട്, ബാബുചേട്ടാ അല്ലെ ബാബുചേട്ടൻ തന്നെ അത് ചെയ്യാം, എനിക്ക് വേറൊരാളെ മനസ്സിലേക്ക് വരുന്നില്ല. അപ്പൊ ഉടനെ ബാബുചേട്ടൻ നിങ്ങൾക്ക് ശാപം കിട്ടുന്നു, എനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ആ ക്യാരക്ടർ കൊടുത്ത് ശാപം കിട്ടുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ ബാബുചേട്ടനാണ് ഫസ്റ്റ് വന്നത്. അല്ല RDXന് മുമ്പാണ് ഷെയ്നെ ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ ഷെയ്ൻ ആയിരുന്നില്ല ആദ്യം അത് ചെയ്യാനിരുന്ന വെച്ചാൽ, വേറൊരു ആക്ടറായിരുന്നു. അത് ചില സാങ്കേതിക കാരണങ്ങളാൽ ആ ആക്ടറിനെ മാറ്റേണ്ടതായിട്ട് വന്നു. മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഷെയ്നിലേക്ക് വരുന്നത്. ഷെയ്ൻ ആയതിനു ശേഷമാണ് RDX റിലീസായത്. ഷെയ്ൻ കമ്മിറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ RDX റിലീസാവുന്നത്. RDX റിലീസ് കഴിഞ്ഞാൽ RDX ഭയങ്കര ഹിറ്റായി. കാണാൻ ആൾക്കാർക്ക്. പക്ഷെ മഹിമ അപ്പം ഉണ്ടായിരുന്നില്ല. മഹിമേനെ നമ്മൾ ആദ്യം ആലോചിച്ചെങ്കിലും പിന്നെ ഈ സെയിം കോമ്പിനേഷൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. RDXൽ അത് കണ്ടതല്ലേ, അതുകൊണ്ട് ഇനി സെയിം കോമ്പിനേഷൻ വേണ്ടെന്ന് വിചാരിച്ചു വിട്ടു. അത് കഴിഞ്ഞാൽ അനഘേനെയാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. നമ്മൾ ആദ്യം ഇതിന്റെ ഒരു പ്രൊമോ വീഡിയോ ചെയ്തിരുന്നു, അത് അനഘേനെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ സിനിമ ഷൂട്ട് തുടങ്ങി 4ാമത്തെ ദിവസമാണ് അനഘയ്ക്ക് ഒരു തമിഴ് സിനിമയുടെ കമ്മിറ്റ്മെന്റ് കാരണം അനഘയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ലാസ്റ്റ് മിനിറ്റ് പടം തുടങ്ങുകയും ചെയ്തു, നായിക ഇല്ലാതായിരുന്നു. ആകെ ടെൻഷൻ ആയി.
ലോകം മുഴുവൻ നായികനെ അന്വേഷിച്ച് വിളിയായി. അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു. അപ്പൊ നമ്മളൊരു ആവശ്യക്കാരാണെന്ന് കാണുമ്പം അറിയാലോ, എല്ലാരും പടലേക്ക് കൊണ്ട് കത്തിവെക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പം അവസാനം പടം നിന്നു പോകും എന്നുള്ളൊരവസ്ഥ വന്നു. ഈ 4ാമത്തെ ദിവസം, അപ്പൊ 4 ദിവസം നായിക ഇല്ലാതെ പ്ലാൻ ചെയ്ത് 4th ഡേ ആണ് നായിക ജോയിൻ ചെയ്യുന്നത്. അന്നാണ് നായിക പിന്മാറുന്നത്. അപ്പം ജോയിൻ ചെയ്യേണ്ട ദിവസം പിന്മാറി. പിന്നെ ബാക്കിയുള്ള സീൻസ് എല്ലാം ചെയ്ത് ഒരു 16-17 ദിവസം കഴിയുമ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ ഞാൻ തിരിച്ച് ലൊക്കേഷനിൽ നിന്ന് വീട്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്നാ മഹിമ എന്നെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വെച്ച് ഞാൻ മഹിമനെ 2 കൽപ്പിച്ച് വിളിക്കുക. അപ്പം മഹിമയ്ക്കൊരു തമിഴ് പടം കറക്റ്റായിട്ട് മാറിപ്പോയി. അങ്ങനെയാണ് മഹിമ വന്ന് ജോയിൻ ചെയ്തത്. പക്ഷേ ഈ 16-17 ദിവസം അപ്പോൾ സ്വന്തം റിസ്കിൽ പോകാമെന്ന് തന്നെ ഡിസൈഡ് ചെയ്യായിരുന്നു. ചില കാര്യങ്ങളെ നമ്മൾക്ക് ചില സമയത്ത് കിളി ഉണ്ടാവില്ല, റിസ്ക്. പിന്നെ അത് എല്ലാം അത് നടക്കും എന്നുള്ളൊരു ഒരു സാധനം നടക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കാറില്ല. അപ്പം എനിക്ക് ഈ സിനിമ ആക്ച്വലി ഒരു കേസ് സ്റ്റഡിയാ. അത് പല സിറ്റുവേഷൻസിലും നിന്ന് പോകാനുള്ള അവസ്ഥ ഉണ്ടായിട്ടെല്ലാം അത് 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 നടത്തിയെടുത്തു എന്നുള്ളതാണ്. ഇവിടം വരെ എത്തി. അതായത് ഇതിന്റെ പകുതി ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്തൊരു സിനിമ ഇത്രയും വലിയൊരു ബഡ്ജറ്റിലാണ് ആ സിനിമ തീർന്നത്. അത് എന്നെ കൊണ്ട് അത് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് ആദ്യം, ഞാൻ വെറുതെ ഇപ്പൊ സിനിമ തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല എന്നെ ഇത് തീർക്കാൻ പറ്റും, എനിക്കിത് ഇത്രയും ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഞാനത് ഫിനിഷ് ചെയ്തെടുത്തു. അത് എനിക്കൊരു അച്ചീവ്മെന്റ് തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല എനിക്ക് ഈ സിനിമ ഒരു കേസ് സ്റ്റഡിയും കൂടി. ഇത്രയും പടം ചെയ്തിട്ട്, ഇത് 14ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു, ഇത്രയും പടം ചെയ്തിട്ട് എനിക്ക് ഈ സിനിമ ഒരു കേസ് സ്റ്റഡിയാണ്. അത് റിലീസായി കഴിയുമ്പം ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. അതേപോലെ ബാക്കിയുള്ളവരും ഷൈൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ശ്രീനാഥ് ബാസി ആയിരുന്നു ഷൈൻ്റെ ക്യാരക്ടറിൽ വെച്ചിരുന്നത്. അപ്പം ബാസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ബാസി ഓക്കെ പറഞ്ഞു. പിന്നെ ഡയറക്ടേഴ്സ് ബാസിയുടെ വീട്ടിൽ പോയി. അവിടെ പോയി നിന്നിട്ട് ഡോറ് തുറക്കുന്നില്ല. അപ്പം ഒരു രക്ഷയില്ല. ബാസിനെ നമുക്ക് കിട്ടാൻ ഒരു വഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഉടനെ നമ്മൾ അടുത്ത ആർട്ടിസ്റ്റിലേക്ക് പോവാം. അപ്പൊ ഷൈൻ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ഷൈൻ ആയിരുന്നു. അത് കഴിഞ്ഞ് അജുവിലേക്ക് പോയി. ഷൈൻ്റെ ഡേറ്റിൽ നിന്ന് അജുവിലേക്ക് പോയി. അജുവും ഇല്ലാന്ന്, അജുവിന്റെ ഒരു ഡേറ്റ് ക്ലാഷ് വന്നു വർഷങ്ങൾക്ക് ശേഷമായിട്ട്. അപ്പം അങ്ങനെയാണ് ശ്രീനാഥ് ബാസിയിലിരുന്നത്. ബാസിനെ പിന്നെ കിട്ടാതായി കഴിഞ്ഞപ്പം പെട്ടെന്ന് ഒരു ദിവസം ഒരു കോള് വരുന്നു, നിങ്ങളുടെ സിനിമ തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ട്. അത് ഷൈൻ്റെ ഇതായിരുന്നു. ഷൈൻ്റെ ഒരു തെലുഗു പടം മാറിപ്പോയി. ഇങ്ങനെയെല്ലാം ഈ സിനിമയില് പല സാധനങ്ങളും മാറിപ്പോയി. നമുക്ക് ഒരുപാട് ടെൻഷൻ. ഞാൻ ഷൈൻ്റെ ഉമ്മയായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ പറയും, നമ്മൾ ഭയങ്കര ടെൻഷനായിട്ട് നമ്മളങ്ങ് അറ്റത്ത് വരെ എത്തിക്കും. അവസാനം ഭയങ്കര നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ പല കാര്യങ്ങളും അങ്ങനെ മാറി വന്ന് കറക്റ്റ് പ്ലേസിൽ വന്ന് പെട്ടൊരു സിനിമയാണ് ലിറ്റിൽ ഹാർട്ട്സ്. ഇനി അടുത്ത അങ്ങോട്ടുള്ള പ്രോജക്ട്സും എങ്ങനെയുള്ള സിനിമകളാണ് നിർമ്മിക്കാൻ ഇനി ഇൻട്രസ്റ്റ് ഉള്ളതും, എന്താണ് ഇനി അടുത്തുള്ള പ്രോജക്ട്സും വരുന്നത്? എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം ലവ് സ്റ്റോറി എന്നുള്ളതല്ല, പക്ഷെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പം എനിക്ക് ശരിക്കും ആഗ്രഹമുള്ളൊരു സിനിമ എന്ന് പറയുന്നത് ഒരു ടീനേജ് ലവ് സ്റ്റോറി ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ഒരു പ്രോപ്പർ സ്റ്റോറി ഇതുവരെ കിട്ടിയിട്ടില്ല. കുറേ നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീനേജ് ലവ് സ്റ്റോറിക്ക് വേണ്ടിയിട്ട്. ഇപ്പം അതായത് ഫിലിം മേക്കേഴ്സ് എല്ലാം 90s കിഡ്സാണ് ഇപ്പോൾ. പക്ഷെ ഈ ജനറ, അതായത് ഇപ്പൊ ഒരു ലാസ്റ്റ് 10 years ജെൻസീസിന് വേണ്ടിയിട്ടുള്ള സിനിമകളില്ല. അപ്പം അത് അവരുടെ സ്റ്റോറി പറയുന്ന കാര്യം നമ്മുടെയൊക്കെ ഒരു ടൈം പോലെ അല്ല അവരുടെ ലൈഫ് സ്റ്റൈല്. അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, അവരുടെ തോട്ട് പ്രോസസ്സ് വേറെയാണ്, അവരുടെ എല്ലാം. നമ്മൾ അവരുമായിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എക്സ്പോഷർ വേറെയാണ്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യണം എന്ന് എനിക്കുണ്ട്. അതാണ് ഒരു ഇപ്പം നെറ്റ്ഫ്ലിക്സിലൊക്കെ ത്രൂ ദ വിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂവീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതേപോലൊക്കെ ഒരു ടീനേജ് ലവ് സ്റ്റോറി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല സിനിമ ചെയ്യണമെന്നുണ്ട്. അത് കുട്ടികളുടെ സിനിമ എന്നല്ല, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വർഷങ്ങളായിട്ട് ആഗ്രഹമുള്ളതും ഇതുവരെ നടക്കാത്തതുമായ ഒരു ജോണർ എന്ന് പറയുന്നത് റീഇൻകാർണേഷൻ ആണ്. അതിനൊരു റൈറ്റ് സബ്ജക്റ്റ് കിട്ടണം എന്നുണ്ട്.
ചുമ്മാ ഇങ്ങനെ ഇപ്പൊ മഗധീരയൊക്കെ പോലത്തെ സിനിമയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 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 കുറച്ച് മിത്തും കുറച്ച് റിയാലിറ്റിയും എല്ലാം കൂടെ ചേർത്തുകൊണ്ടൊരു ഒരു റീഇൻകാർണേഷൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു. അതൊക്കെ വന്നു പോയല്ലോ. അങ്ങനെ അല്ലാതെ കുറച്ചുകൂടെ ഒരു മോഡേൺ കുറച്ചും കൂടെ ഒരു ഒരു എന്താ പറയാ, ഇപ്പൊ കുറെ ഇപ്പൊ സ്പിരിച്വൽ ലെവലിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ ലാംഗ്വേജസ് ഉണ്ടല്ലോ. ഇപ്പൊ സീക്രട്ട് ജോമെട്രി ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ ചെയ്യണം ഉണ്ട്. ഒരുപാട് ന്യൂ കമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് സാൻഡ്ര. എങ്ങനെയാണ് സാൻഡ്രനെ ഒരു ന്യൂ കമറിനെ ഇപ്പോൾ അപ്രോച്ച് ചെയ്യാൻ ഇപ്പോൾ സാധിക്കും? വളരെ ഈസിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഈസി ആയിട്ട് തന്നെ അപ്രോച്ച്, ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഒരു കഥ പറയാനുണ്ടെന്നും പറഞ്ഞ് വെറുതെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കഥ കേട്ടോളണമെന്നില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്നാണ് എല്ലാവരോടും പറയുന്നത്. അല്ലെങ്കിൽ ആദ്യം തന്നെ എനിക്കൊരു സിനോപ്സിസോ അല്ല എന്തെങ്കിലും ഒന്ന് ഇൻസ്റ്റയിൽ അയച്ചിട്ട് ചെറിയൊരു 1 ലൈൻ ആണെങ്കിൽ പോലും അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഓക്കെ ഞാൻ കേൾക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി, ഞാൻ ഈ കുടുംബവും കുട്ടികളുമായിട്ട് ഇരിക്കുന്ന ഞാൻ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിരുന്ന് ഈ കഥ കേൾക്കാനായിട്ട് എൻ്റെ ടൈമും എനർജി എല്ലാം പോകുന്നതാണല്ലോ. അല്ലെങ്കിൽ ഒരു പ്രോപ്പർ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലും കേൾക്കും. അല്ലാത്ത എല്ലാവരുടെ കഥയും എനിക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ അപ്രോച്ചബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ. പിന്നെ എൻ്റെ നമ്പറും എല്ലായിടത്തും ഉണ്ട് താനും. All the best, Sandra. Thank you. All the best wishes. Thank you so much. വലിയൊരു സക്സസ് ആവട്ടെ. Thank you so much. Thank you.